പശ്ചിമേഷ്യയിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളാണ് ഹസൻ നസ്രല്ല. 1992 മുതൽ ലബനനിലെ ശക്തമായ ഷിയ തീവ്രവാദ ഗ്രൂപ്പും രാഷ്ട്രീയ പാർട്ടിയുമായ ഹിസ്ബുള്ളയെ നയിക്കുന്നത് ഹസൻ നസ്രല്ലയാണ്. നസ്രല്ലയുടെ നേതൃത്വത്തിലാണ് ഹിസ്ബുള്ള ഒരു പ്രാദേശിക മിലിഷ്യയിൽ നിന്ന് ഒരു പ്രധാന രാഷ്ട്രീയ സൈനിക ശക്തിയായി വളർന്നത്. ഹിസ്ബുള്ളയെ നയിക്കുന്ന സയ്യിദ് ഹസൻ നസ്രല്ല ആരാണ്? നസ്രല്ലയുടെ കീഴിൽ ഹിസ്ബുള്ള എങ്ങനെയാണ് ശക്തി ആർജിച്ചത്? പരിശോധിക്കാം. 1960-ൽ ലബനനിൽ ജനിച്ച നസ്രല്ല ഇറാഖിലെ ഷിയ സെമിനാരികളിൽ പഠിച്ചതിലൂടെ അവിടെ സയ്യിദ് മൂസ സദറിനെ പോലുള്ള പ്രമുഖ പുരോഹിതന്മാരാൽ സ്വാധീനിക്കപ്പെട്ടു. തുടർന്ന് 1975-ൽ ആരംഭിച്ച ലബനീസ് ആഭ്യന്തര യുദ്ധം നസ്രല്ലയുടെ ജീവിതത്തെ സ്വാധീനിക്കുകയായിരുന്നു. ഇസ്രായേൽ അധിനിവേശത്തെ ചെറുക്കാൻ പ്രതിജ്ഞാബദ്ധരായ അപ്പോൾ പുതുതായി രൂപീകരിച്ച ഹിസ്ബുള്ള എന്ന ഗ്രൂപ്പിലേക്ക് കൂറുമാറ്റുന്നതിന് മുൻപ് അദ്ദേഹം ഷിയ മിലിഷ്യയായ അമലിൽ ചേരുകയായി. ഹിസ്ബുള്ളയുടെ അന്നത്തെ നേതാവായിരുന്ന സയ്യിദ് അബ്ബാസ് മുസാവിയെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയതിനു ശേഷം നസ്രല്ല നേതൃത്വത്തിലേക്ക് ഉയരുകയായിരുന്നു. നസ്രല്ലയുടെ മാർഗനിർദ്ദേശപ്രകാരം ഹിസ്ബുള്ള അതിന്റെ സൈനിക ശേഷിയും രാഷ്ട്രീയ സ്വാധീനവും വിപുലീകരിച്ചു. തുടർന്ന് ലബനനിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി മാറി. 2018-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഹിസ്ബുള്ള 3,40,000 മുൻഗണനാ വോട്ടുകളാണ് നേടിയത്. ഇത് ലബനനിലെ സ്വാതന്ത്ര്യത്തിനു ശേഷം ഏതൊരു പാർട്ടിക്കും ലഭിച്ച ഏറ്റവും വലിയ വോട്ടായിരുന്നു. നസ്രല്ലയുടെ കീഴിൽ ഹിസ്ബുള്ളയുടെ സൈനിക ശക്തി ഗണ്യമായി വർദ്ധിച്ചു. 2021-ലെ ഒരു പ്രസംഗത്തിൽ ഹിസ്ബുള്ളയ്ക്ക് 1,00,000 പ്രവർത്തകരുണ്ടെന്ന് നസ്രല്ല അവകാശപ്പെട്ടു. ഇത് ആഗോളതലത്തിൽ ഏറ്റവും ശക്തമായ നോൺ സ്റ്റേറ്റ് സായുധ ഗ്രൂപ്പുകളിൽ ഒന്നായി മാറി. ഈ ശക്തി അതിന്റെ സൈനിക ശക്തിയുടെ ഫലമായി മാത്രമല്ല, പ്രദേശത്തിനുള്ളിൽ പ്രത്യേകിച്ച് ഇറാനുമായും സിറിയയുമായുള്ള തന്ത്രപരമായ സഖ്യങ്ങൾ മൂലമാണ്. ഇറാൻ, സിറിയൻ സർക്കാർ, ഹമാസ്, ഇസ്ലാമിക് ജിഹാദ് തുടങ്ങിയ പലസ്തീൻ ഗ്രൂപ്പുകൾ, യമനിലെ ഹൂതി പ്രസ്ഥാനം, നിരവധി ഇറാഖി മിലിഷ്യകൾ എന്നിവ ഉൾപ്പെടുന്ന എക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്ന മേഖലയുടെ ഭാഗമാണ് ഹിസ്ബുള്ളയുടെ സ്വാധീനം. ഈ സഖ്യം ഇസ്രായേലിനോടുള്ള എതിർപ്പിലും മേഖലയിലെ പാശ്ചാത്യ സ്വാധീനത്തിലും ഒറ്റക്കെട്ടാണ്. ലബനനിലും പ്രദേശത്തിലുടനീളവും ശക്തമായ സ്വാധീനമാണ് ഹിസ്ബുള്ള ചെലുത്തുന്നത്. പേജറുകൾ, റേഡിയോകൾ, വോക്കി ടോക്കികൾ എന്നിവയുൾപ്പെടെ ഗ്രൂപ്പിന്റെ ആശയവിനിമയ ഇൻഫ്രാസ്ട്രക്ചറിലെ സമീപകാല സ്ട്രൈക്കുകൾക്ക് മറുപടിയായി നസ്രല്ല ഇസ്രായേലിന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഹസൻ നസ്രല്ലയെ സംബന്ധിച്ച് ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഈ ആക്രമണം കടുത്ത പ്രഹരമാണ്. അതുകൊണ്ട് തന്നെ ഗാസ സംഘർഷം പരിഹരിക്കപ്പെടുന്നതുവരെ ഇസ്രായേലികൾ അവരുടെ വീടുകളിലേക്ക് മടങ്ങില്ലെന്ന നസ്രല്ലയുടെ ഭീഷണിയും ഇസ്രായേലിന് ഗൗരവമുള്ളതാണ്. ആക്രമണത്തിന് ശേഷമുള്ള പ്രസംഗത്തിൽ ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാത്തതുമായ വിധത്തിൽ ഒരു കണക്കുകൂട്ടലും ന്യായീകരണവും ശിക്ഷയും നൽകുമെന്നും നസ്രല്ലയുടെ മുന്നറിയിപ്പിലുണ്ട്. ഒരു കണക്കെടുപ്പുണ്ടാകും. അതിന്റെ സ്വഭാവം, വ്യാപ്തി, എപ്പോൾ, എവിടെ, അതൊക്കെ ഞങ്ങൾ നമ്മിൽ തന്നെ സൂക്ഷിക്കുമെന്നും ഹസൻ നസ്രല്ല പ്രതിജ്ഞയെടുത്തു. കുറഞ്ഞത് 37 മരണങ്ങൾക്കും 3000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും കാരണമായ ആക്രമണങ്ങൾ ഹിസ്ബുള്ളയ്ക്കും ഇസ്രായേലിനുമിടയിൽ ഇനി വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന സമ്പൂർണ്ണ സംഘട്ടനത്തിലേക്ക് നീങ്ങുമെന്ന ഭയവും വർദ്ധിക്കുന്നുണ്ട്.